നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നതോടെ അതിനോടനുബന്ധിച്ചുള്ള ചില പ്രതിഭാസങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുകയാണ്. അതായത് പാലക്കാട് പനയൂരിൽ ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായോ എന്ന സംശയമാണ് നിലവിൽ ശക്തമാകുന്നത്. പാലക്കാട് പനയൂരിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. ഉരുൾപൊട്ടലാകാമെന്ന നിഗമനത്തിലാണ് പ്രദേശവാസികൾ. വീട്ടുമുറ്റത്ത് കല്ലും മണ്ണും വന്ന് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്ന് ജനങ്ങൾ വീടുകളിൽ നിന്നും ഇറങ്ങി ഓടുന്ന സാഹചര്യമുണ്ടായി. സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പിന്നാലെ കല്ലും മണ്ണും വീട്ടുമുറ്റത്തേക്ക് വന്ന് വീഴുന്നു. ശക്തമായ മഴയുമുണ്ട്, ചെളിവെള്ളം വരുന്നു. ഇത് കണ്ട് ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സാഹചര്യമുണ്ടായി. ഇത്രത്തോളം വെള്ളം ഇതുവരെ വന്നിട്ടില്ല, ഇങ്ങനെ ഒരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പലരും പറയുന്നത്. ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ്. വീട്ടുമുറ്റത്ത് മണ്ണും കല്ലും വീണു, മതിലുകൾ ഇടിഞ്ഞു വീണു. ഇതേ തുടർന്ന് ആളുകളെ മാറ്റി. എന്തായാലും സ്ഥിതി ഇപ്പോൾ ശാന്തമാണ്. എന്തായാലും പരിസരത്തെ ജനങ്ങളെ മുൻകരുതൽ എന്നോണം വീട്ടിൽ നിന്ന് മാറ്റുന്ന സാഹചര്യമുണ്ടായി. ഉരുൾപൊട്ടലാകാമെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന ഒരു സൂചന. പാലക്കാട് ഷൊർണൂരിലും കനത്ത മഴയാണ്. ഇറിഗേഷൻ ഓഫീസിനകത്ത് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ജീവനക്കാർ മേശപ്പുറത്ത് കയറി ഇരുന്നു കൊണ്ടാണ് ഓഫീസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. ഷൊർണൂരിൽ മണിക്കൂറുകളായി അതിശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത്. റോഡ്, അതുപോലെ തന്നെ പരിസര പ്രദേശം, ഇവിടങ്ങളിലെല്ലാം വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഇറിഗേഷൻ ഓഫീസിലും വെള്ളം കയറി. ചെറിയ കുളത്തിനടുത്തായാണ് ഇറിഗേഷൻ ഓഫീസ് ഉള്ളത്. അപ്പോൾ ചെറിയ മഴ പെയ്താൽ പോലും സാധാരണയായി ഈ ഓഫീസിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ്. അതിശക്തമായ മഴ കൂടി പെയ്തതോടെ ഓഫീസിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറി. 2 അടി പൊക്കത്തിലാണ് വെള്ളം കയറിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് ഡ്രെയിനേജ് സംവിധാനമില്ല എന്നതും വലിയൊരു വീഴ്ചയായി ഇപ്പോൾ ആരോപണം ഉയരുന്നുണ്ട്. ഒരു ഡ്രെയിനേജ് സംവിധാനം സ്ഥാപിക്കണമെന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഏറെ കാലമായുള്ള ആവശ്യമാണ്. പക്ഷേ ആവശ്യം ഇതുവരെ നടപ്പിലായിട്ടില്ല. അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പക്ഷെ ഇതുവരെയും വേണ്ട നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എടുത്തിട്ടില്ല എന്ന ആരോപണം നിലവിൽ ശക്തമാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഓഫീസിനുള്ളിലേക്ക് വെള്ളം കയറി. ഇതോടെ മറ്റു വഴികളില്ലാത്ത ഉദ്യോഗസ്ഥർ മേശപ്പുറത്ത് കയറിയിരുന്ന് ഓഫീസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. മെല്ലെ വെള്ളം താഴുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരായിരിക്കുന്നത്. പാലക്കാട് ഷൊർണൂരിലെ അവസ്ഥ ഇതാണ്. എന്തായാലും സ്ഥിതി പലയിടത്തും വളരെയധികം ഭയാനകമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ്. ശക്തമായ മഴയാണ് തൃശ്ശൂരിൽ പെയ്യുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയൊന്നും മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് 7 മണിയോടെ തൃശ്ശൂർ നഗരത്തിൽ അടക്കം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. രാവിലെ 7 മണിയോടെയാണ് മഴ ശക്തി പ്രാപിച്ചത്. തൃശ്ശൂരിന്റെ വിവിധ ഇടങ്ങളിൽ രാവിലെ മുതൽ മഴ ശക്തമാണ്. അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് സന്ദർശന വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരപ്പള്ളിയിൽ ശക്തമായ മഴ രേഖപ്പെടുത്തി. 4 മണിക്കൂറിനുള്ളിൽ 90 മില്ലിമീറ്റർ വരെ മഴയാണ് പെയ്തത്. ഈ സാഹചര്യത്തിലായിരുന്നു അതിരപ്പള്ളിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ശ്രദ്ധിച്ചു വേണമെന്നും മുന്നറിയിപ്പുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്തർ സംസ്ഥാന പാതയായിട്ടുള്ള ആനമല, മലക്കട്ട റോഡ് എന്നിവിടങ്ങളിൽ ഗതാഗതം അനുവദിക്കുന്നുണ്ട്. പക്ഷെ അതിരപ്പള്ളിയിൽ സന്ദർശക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിത പേമാരിയാണ് ഉണ്ടായിരിക്കുന്നത്. ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്ന സാഹചര്യമുണ്ടായി. മലപ്പാച്ചിലിൽ ചാർപ്പ, അതുപോലെ തന്നെ കണ്ണംകുഴി തോട് തുടങ്ങിയ നിരവധി ജലസ്രോതസ്സുകളിൽ വെള്ളം കുതിച്ചു പായുന്ന സാഹചര്യമുണ്ടായി. മഴ നിലച്ചു. പക്ഷേ വെള്ളത്തിന്റെ കുത്തൊഴുകിന് പിന്നീട് ശമനമുണ്ടായി. എന്നാലും മഴ കനത്താൽ പ്രശ്നം വളരെയധികം ഗുരുതരമാകുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം മുഴുവൻ മഴ വിട്ടുനിന്നത് താൽക്കാലിക ആശ്വാസം മാത്രമേ നൽകിയിട്ടുള്ളൂ. ഞായറാഴ്ച വൈകുന്നേരം മുതൽ തുടർച്ചയായി അതിരപ്പള്ളി മേഖലയിൽ 13 സെന്റിമീറ്റർ തോതിലാണ് മഴ പെയ്തത്. ഇതോടെ പുഴയിൽ അർദ്ധരാത്രി മുതൽ വെള്ളം ഉയരാൻ തുടങ്ങി. തിങ്കളാഴ്ച പുലർച്ചെ ജലനിരപ്പ് 5.45 മീറ്ററിലാണ് എത്തി നിന്നത്. താഴ്ന്ന പ്രദേശങ്ങളെ പാടശേഖരങ്ങളിൽ ചെറിയ തോതിൽ വെള്ളം കയറി. നിലവിൽ എല്ലാ ഡാമുകളും നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. തമിഴ്നാട് ഷോളയാർ ഡാമിൽ 100% വെള്ളമുണ്ട്. ഇവിടെ നിന്ന് കേരള ഷേളയാറിലേക്കും തമിഴ്നാട്ടിലെ പറമ്പിക്കുളം ജലസംഭരണിയിലേക്കും വെള്ളം തുറന്നുവിടുന്നുണ്ട്. നിറഞ്ഞു കിടക്കുന്ന പറമ്പിക്കുളത്ത് നിന്നും പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് ചെറിയ തോതിൽ വെള്ളം ഒഴുക്കിവിടുന്നുണ്ട്. കേരള ഷോളയാറിൽ വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ അധിക ജലം പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് എത്തുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വീണ്ടും ഒരു വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാവുകയാണോ എന്ന ഒരു ഭയം കൂടി നിലവിൽ ആശങ്കാപരമായിട്ട് ഉയരുന്നുണ്ട്. എന്നാലും തുടർച്ചയായി മഴയുണ്ടായാൽ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടു പോകുമെന്നാണ് പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആശങ്ക പങ്കുവയ്ക്കുന്നത്. കനത്ത മഴയിൽ പുഴയിൽ വെള്ളം കൂടിയതും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് ജില്ലാ കളക്ടർ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് അവധി നിർദ്ദേശിച്ചത്. എന്നാലും നിലവിൽ 4 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം മഴ മുന്നറിയിപ്പിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും മഴ അത്രയും ഭയാനകമായാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്.
മാത്രമല്ല പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ സാഹചര്യമായിരിക്കും. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നാളെ ഈ ജില്ലകളിൽ ഉള്ളതെങ്കിൽ പോലും അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അവഗണിക്കരുത്. 7-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ഓറഞ്ച് അലർട്ട് ആണെങ്കിലും ചിലപ്പോൾ അത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയായ റെഡ് അലർട്ടിലേക്കോ അല്ലെങ്കിൽ നേരിയ മഴയായ യെല്ലോ അലർട്ടിലേക്കോ മാറാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും മഴ മുന്നറിയിപ്പൊക്കെ അറിഞ്ഞുകൊള്ളുക. ഏതൊക്കെ ജില്ലകളാണ് ജാഗ്രത പാലിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ മഴ മുന്നറിയിപ്പ് കേന്ദ്രം നൽകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മുന്നറിയിപ്പുള്ള ജില്ലകളിലുള്ളവർ, പ്രത്യേകിച്ച് അപകട മേഖലകളിൽ താമസിക്കുന്നവർ, ഈ മലയോരം, അതുപോലെ തന്നെ വനമേഖല, അതുപോലെ തന്നെ ഈ വെള്ളം ഉയരാൻ സാധ്യതയുള്ള പ്രദേശം, അവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട്ടെ സംഭവം നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അത് പെട്ടെന്നായിരുന്നു കല്ലും മണ്ണും ഒക്കെ വന്നടിഞ്ഞു വീണത്. അതൊരു ഉരുൾപൊട്ടലാകാം എന്ന ഒരു സാധ്യതയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ എല്ലാവരും ആയിരിക്കേണ്ടതായിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴിയുമുണ്ട്. സോ ജാഗ്രതയോടെ ആയിരിക്കുക. അത് മാത്രമല്ല, ഇനി വരുന്ന ദിവസങ്ങളൊക്കെ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസമുണ്ട്, അതുപോലെ തന്നെ ഇടിമിന്നലോടുകൂടിയ മഴ മുന്നറിയിപ്പുണ്ട്, ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അപ്പോൾ മാത്രമല്ല, ഡാമുകളിൽ ഇപ്പോൾ ജലം ഉയരുന്ന സാഹചര്യമാണ്. നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നദികളിൽ അലർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം ആയതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ മഴ മുന്നറിയിപ്പൊക്കെ സദാസമയം അറിഞ്ഞുകൊള്ളുക. അതനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.